ഹലോ, ഞാൻ അഞ്ജലി. BSc മാത്സ് മെയിൻ പേപ്പറായ എലമെൻ്ററി നമ്പർ തിയറി ആൻഡ് കാൽക്കുലസ് 1-ൻ്റെ ഫസ്റ്റ് മോഡ്യൂളായ ഡിവിസിബിലിറ്റി ഇൻ ഇൻറ്റിജേഴ്സിലെ കുറച്ച് ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൊരു ടോപ്പിക്കാണ് ഡിവ് ആൻഡ് മോഡ് ഓപ്പറേറ്റേഴ്സ്. എന്താണെന്ന് നോക്കാം. ഡിവ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡിവ് ബി എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു കോഷ്യൻറ്റ് വെൻ എ ഇസ് ഡിവൈഡഡ് ബൈ ബി. അതായത് എനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഷ്യൻ്റാണ് ഡിവ് ഓപ്പറേറ്റർ, അഥവാ ഡിനോഷൻ എങ്ങനെയാണ് എ ഡിവ് ബി എന്ന് പറയുന്നത്. അതുപോലെ എനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് എന്തെന്ന് പറയുന്നത് മോഡ് ഓപ്പറേറ്റർ, ഡിനോട്ടഡ് ബൈ എ മോഡ് ബി. നോക്കാം. എ ഡിവ് ബി ഈക്വൽ ടു കോഷ്യൻറ്റ് വെൻ എ ഇസ് ഡിവൈഡഡ് ബൈ ബി ആൻഡ് എ മോഡ് ബി ഈക്വൽ ടു റിമൈൻഡർ വെൻ എ ഇസ് ഡിവൈഡഡ് ബൈ ബി. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പീജൻ ഹോൾ പ്രിൻസിപ്പിൾ. എന്താണ് പീജൻ ഹോൾ പ്രിൻസിപ്പിൾ എന്നുള്ളത് നോക്കാം. ആൻഡ് ഡിവിഷൻ അൽഗോരിതം. പീജൻ ഹോൾ പ്രിൻസിപ്പിൾ ഓർ ഡിറിക്ലെറ്റ് ബോക്സ് പ്രിൻസിപ്പിൾ. If m pigeons are assigned to n pigeon holes where m greater than n, then at least 2 pigeons must occupy the same pigeon hole. അതായത് m pigeons ഉണ്ട്. പീജൺ ഹോളും ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രാവിൻ്റെ കൂടുകളും. അപ്പോൾ m pigeon holes എടുത്ത് അവർ n pigeon ഹോൾസിലേക്കാണ് അസൈൻ ചെയ്തേക്കുന്നത്. എങ്ങനെ അസൈൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറയാൻ പോകുന്നുള്ളൂ. വേറെ m ഗ്രേറ്റർ ദാൻ n. എപ്പോഴും m എന്ന് പറയുന്നത് നിങ്ങളുടെ പീജൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് പീജൻ ഹോളുകളെക്കാട്ടിലും കൂടുതലാണ് എന്ന്. അതായത് ഇപ്പോൾ 3 പ്രാവുകളുണ്ടെങ്കിൽ 2 കൂടെ ഉള്ളൂ. അപ്പം നിങ്ങൾ സാധാരണമായിട്ട് പ്രാവുകൾ എവിടോട്ടായിരിക്കും കയറാൻ പോകുന്നത്? ഒരു കൂട്ടിൽ വേണമെങ്കിൽ 3 പേരുടെ കയറാം, അതിൽ ഒരു കൂട്ടിൽ ഓരോരുത്തർ വെച്ച് കയറാം. എങ്ങനെ വന്നാലും എന്താ, ഒരു കൂട്ടിനകത്ത് മാക്സ് 2 അറ്റ്ലീസ്റ്റ് 2 കൂടുതൽ ആൾക്കാർ കയറിയേ പറ്റൂ, അല്ലേ? ഒന്നെങ്കിൽ ഒരു 3 പ്രാവുകളും, അതായത് നമുക്കിവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് m ഗ്രേറ്റർ ദാൻ n. പ്രാവുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പീജൻ ഹോൾസിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ 3 പ്രാവുകൾ 2 കൂടുകളുമാണ് എടുത്തേക്ക്. ഇതിൽ കൂടുതൽ വേണേലും എടുക്കാം. ജസ്റ്റ് ബേസായിട്ട് ചുമ്മാ നമ്പർ പറയുന്നുള്ളൂ. 3ഉം 2ഉം. 3 പ്രാവുകൾ 2 കൂടുകളും ആണെങ്കിൽ എന്ത് ചെയ്യും? വേണേൽ ഒരു കൂട്ടിൽ തന്നെ 3 പ്രാവുകൾ കിടക്കും. അപ്പോഴും മറ്റേ കൂട് വെറുതെ കിടക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു കൂട്ടിനകത്ത് ഒരാളും കയറി, മറ്റേ കൂട്ടിനകത്ത് 2 പേരും കയറി, അല്ല എങ്ങനെയായാലും. അപ്പം ഈ ഒരു രീതി വന്നാൽ എത്രയായാലും നമുക്ക് പറയാം എന്താണ്, m ഗ്രേറ്റർ ദാൻ n ആണെങ്കിൽ, അതായത് പ്രാവുകൾ കൂടുന്നതിനേക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഒരു കൂട്ടി മാക്സിമം മിനിമം 2 പ്രാവുകളെങ്കിലും കാണും. ദെൻ അറ്റ്ലീസ്റ്റ് 2 pigeons മസ്റ്റ് ഓക്കുപൈ ദ സെയിം pigeon ഹോൾ. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടി ഏതെങ്കിലും ഒരു കൂട്ടിനകത്തോട്ട് നോക്കിയാൽ നമുക്ക് 2 പ്രാവുകളെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ നോക്കാം. ഇഫ് m pigeons are assigned to n pigeon holes where m greater than n, then at least 2 pigeons must occupy the same pigeon hole. m pigeons n pigeon ഹോൾസിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ m ഗ്രേറ്റർ ദാൻ n ആണെങ്കിൽ, m n-നേക്കാളും കൂടുതലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 pigeons എങ്കിലും ഒരേ pigeon ഹോളിലായിരിക്കും പോകുന്നത്. പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. ഇതിന് പ്രൂഫ് ചെയ്യേണ്ട നമുക്ക് കോൺട്രഡിക്ഷൻ മെത്തേഡ് എങ്ങനെയാണ്? നമ്മൾ എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ സപ്പോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട അറ്റ്ലീസ്റ്റ് 2 pigeons മസ്റ്റ് ഓക്കുപൈ ദ സെയിം pigeon ഹോൾ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണ്? നമ്മൾ അപ്പോൾ എടുക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും? അതിന് നേരെ ഓപ്പോസിറ്റ്. സപ്പോസ് ദ ഗിവൺ കൺക്ലൂഷൻ ഇസ് ഫോൾസ്. ദാറ്റ് ഈസ് നോ 2 pigeons ഓക്കുപൈ ദ സെയിം pigeon ഹോൾ. അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും ഒരു pigeon ഹോളിൽ ഓക്കുപൈ ചെയ്യണമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ അല്ല എന്ന് പറഞ്ഞാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതാണ് നോ 2 pigeons ഓക്കുപൈ ദ സെയിം pigeon ഹോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്, ഒരു pigeon ഹോളിൽ ഒരു പ്രാവെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ every pigeon must occupy a distinct pigeon hole. അപ്പം ഒരു pigeon ഒരു ഹോളിൽ ഉണ്ടായിരിക്കും എന്നുള്ള. അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഒരു pigeon ഹോള്. അപ്പം പക്ഷേ നമ്മുടെ മെയിൻ കണ്ടീഷൻ എന്തോ എടുത്ത് വെച്ചിരിക്കുന്നത് m ഗ്രേറ്റർ ദാൻ n എന്നുള്ള കണ്ടീഷൻ നമ്മൾ മനസ്സിലോർത്തോണം. സോ ഇവിടെ എന്തായിരിക്കും? ഒരു പ്രാവിന് ഒരു പ്രാവിൻ കൂട്, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പ്രാവിൻ കൂടുകൾ, പീജൻ ഹോൾസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്രാവുകളെ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അതേക്കാട്ടിലും കൂടുതലേ വരാൻ പറ്റത്തുള്ളൂ, ആണല്ലോ. അങ്ങനെയാണ്. കാരണം ഒരിക്കലും ഒരു കൂട്ടിനകത്ത് 2 പ്രാവുകൾ ഇരിക്കത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സോ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ്റെ കോൺട്രഡിക്ഷൻ ആയിരിക്കും. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? m pigeonsഉം n pigeon ഹോൾസും വിത്ത് ദ സ്പെസിഫൈഡ് കണ്ടീഷൻ എന്താണ്? m ഗ്രേറ്റർ ദാൻ n എന്നുള്ളത്. അതിന് ഇതെന്താണ്? കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. കാരണം അതുകൊണ്ട് thus 2 or more pigeons must occupy the same pigeon hole. അപ്പം എന്ത് പറയാം? 2 അതിൽ കൂടുതലോ പീജൻസിന് സെയിം എന്നാണ്, ഓക്കുപൈ സം എന്നാണ് എഴുതിയിരിക്കുന്നത്. സെയിം pigeon ഹോൾ.
2 or more പീജൻസിന് അപ്പോൾ എന്താണ് ഒരേ പീജൻ ഹോളിൽ ഓക്കുപ്പൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നോക്കാം എൻ്റെ ഒരു എക്സാമ്പിൾ. ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കാൻ മാത്രമേ ഉള്ളൂ. ഇതിന് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കിയാൽ മതി. ലെറ്റ് ബി ബി ആൻ ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ബി എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് എടുത്തു. രണ്ടോ രണ്ടിൽ കൂടുതലോ. സപ്പോസ് ബി പ്ലസ് 1 ഇൻറ്റിജേഴ്സ് ആർ റാൻഡംലി സെലക്റ്റഡ്. ബി പ്ലസ് 1 ഇൻറ്റിജേഴ്സിനെ എന്താണ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണ്. പ്രൂവ് ദാറ്റ് ദ ഡിഫറൻസ് ഓഫ് 2 ഓഫ് ദം ഇസ് ഡിവിസിബിൾ ബൈ ബി. അങ്ങനെയാണെങ്കിൽ രണ്ട് ഇൻറ്റിജേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. ബി എന്ന് പറയുന്ന ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. നമ്മൾ ബി പ്ലസ് 1 ഇൻറ്റിജേഴ്സിനെ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ബി കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നോക്കാം, പ്രൂവ് ചെയ്യാം. അപ്പം പ്രൂഫ് വെൻ എൻ ഇൻറ്റിജർ ഈസ് ഡിവൈഡഡ് ബൈ എ ഈസ് ഡിവൈഡഡ് ബൈ ബി. എ എന്ന് പറയുന്നത് ഇൻറ്റിജറിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ക്വസ്റ്റ്യനും റിമൈൻഡറും കിട്ടുമെന്നറിയാം. അപ്പോൾ ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് അതിനെ എങ്ങനെ എഴുതാം? എ ഈസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്ന് എഴുതാം. ബി എന്ന് പറയുന്നത് എന്താണ്? ഡിവൈസർ, ക്യൂ ക്വോഷ്യൻ്റ്, ആർ റിമൈൻഡർ ആണെന്നറിയാം. ആ റിമൈൻഡർ എപ്പോഴും എന്തായിരിക്കും? നിങ്ങളുടെ ഡിവൈസറിനെക്കാളും ചെറുതായിരിക്കും ആൻഡ് ഓൾസോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി ആണ്. മാക്സിമം ബി വരെ റിമൈൻഡർ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബി പ്ലസ് 1 ഇൻറ്റിജേഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്തേ ഇല്ലേ. അപ്പം ഒരു ഇൻറ്റിജറിന് നമുക്ക് വേറൊന്നിനും ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു റിമൈൻഡർ കിട്ടും. രണ്ട് ഇൻറ്റിജറിനെ രണ്ടാമത്തെ ഒരു ഇൻറ്റിജറിനെ അടുത്തൊരു ഇൻറ്റിജറിനെ കൊണ്ട് ഒരു ഇൻറ്റിജറിനെ വേറൊരു ഇൻറ്റിജർ കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു റിമൈൻഡർ ആയിരിക്കും. അപ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് അങ്ങനെ ബി പ്ലസ് 1 ഇൻറ്റിജേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ബി പ്ലസ് 1 റിമൈൻഡേഴ്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ റിമൈൻഡേഴ്സ് നമ്മൾ പേജൻസ് ആക്കി വെക്കുക. ബട്ട് ദർ ആർ ഓൺലി ബി പോസിബിൾ റിമൈൻഡേഴ്സ്. പക്ഷെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്താണ്? റിമൈൻഡർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ബിയെക്കാട്ടിലും ചെറുതാണ് എടുത്തിട്ടുണ്ട് അല്ലേ. ബി മാക്സിമം പോയാൽ ബി എ വരത്തുള്ളൂ എന്ന് നമ്മൾ എഴുതിയത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ബി പ്ലസ് 1 റിമൈൻഡേഴ്സ് ഉണ്ടെന്നും കിട്ടി. അപ്പോൾ നമ്മുടെ പീജൻ ഹോൾ പ്രിൻസിപ്പിളിനകത്ത് നോക്കി എം പീജൻസിന് എൻ പീജൻ ഹോളിൽ നിന്ന് അസൈൻ ചെയ്തു. അതിൽ എം ഗ്രേറ്റർ ദാൻ എൻ ആണ്. നമ്മുടെ ഇവിടുത്തെ റിമൈൻഡേഴ്സ് ബി പ്ലസ് 1 റിമൈൻഡേഴ്സിനെ പീജൻ എന്ന് എടുത്തു. അതുപോലെ ബി പോസിബിൾ റിമൈൻഡേഴ്സിന് പീജൻ ഹോൾ എന്നും എടുത്തു. അപ്പോൾ നമുക്ക് ബി പ്ലസ് 1 എന്തായാലും ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കുമല്ലോ. അങ്ങനെ ആണെങ്കിൽ പീജൻ ഹോൾ പ്രിൻസിപ്പിൾ വെച്ച് എന്താ പറയുന്നത്? അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദം മസ്റ്റ് ഓക്കുപൈ ദ സെയിം പീജൻ ഹോൾ എന്ന് അവിടെ പറയണേ. അപ്പോൾ ഇവിടെ എങ്ങനെ ആയിരിക്കും? ഏതെങ്കിലും രണ്ട് റിമൈൻഡേഴ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ബി പ്ലസ് 1 റിമൈൻഡേഴ്സിന് നമുക്ക് എയിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോസിബിൾ റിമൈൻഡേഴ്സ് നമുക്ക് അങ്ങേയറ്റം പോകുന്നത് ബി വരെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ടെണ്ണം സെയിം ആയേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സെയിം ആയ രണ്ട് ഇൻറ്റിജേഴ്സ് റിമൈൻഡേഴ്സ് സെയിം ആയിട്ടുള്ള രണ്ട് ഇൻറ്റിജേഴ്സിനെ എക്സും വൈ എന്നും എടുത്തു. നോക്കാം. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ദ 2 കറസ്പോണ്ടിങ് ഇൻറ്റിജേഴ്സ്. കറസ്പോണ്ടിങ് എന്ന് ഉദ്ദേശിച്ചത് റിമൈൻഡേഴ്സ് സെയിം ആയിട്ടുള്ള ഇൻറ്റിജർ. ബി പ്ലസ് 1 ഇൻറ്റിജേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതോ രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ റിമൈൻഡേഴ്സ് സെയിം ആയേ പറ്റത്തുള്ളൂ. അത് ബൈ പീജൻ ഹോൾ പ്രിൻസിപ്പിൾ. അപ്പം ആ രണ്ട് ഇൻറ്റിജേഴ്സിനെ എക്സും വൈ എന്ന് വിളിച്ചു. അപ്പോൾ വൈ ഡിവിഷൻ അൽഗോരിതം നമുക്കറിയാം എക്സ് ഈക്വൽ ടു ബി ക്യൂ 1 പ്ലസ് ആർ. അതിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബി ക്യൂ 1 പ്ലസ് ആർ എന്ന് എഴുതും. ആൻഡ് വൈ ഈസ് ഈക്വൽ ടു ബി ക്യൂ 2 പ്ലസ് ആർ. അതായത് എക്സിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വോഷ്യൻ്റ് ക്യൂ 1 റിമൈൻഡർ ആർ എന്നും, വൈനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വോഷ്യൻ്റ് ക്യൂ 2 റിമൈൻഡർ ആർ എന്നുമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു ബി ക്യൂ 1 മൈനസ് ബി ക്യൂ 2 പ്ലസ് ആർ മൈനസ് ആർ എന്നാണ് വരുന്നത്. ആർ മൈനസ് ആർ 0 ആണല്ലേ. അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു ബി ക്യൂ 1 മൈനസ് ബി ക്യൂ 2 എന്നാണ് വരുന്നത്. അപ്പോൾ ബി അതിൽ നിന്ന് കോമൺ എടുക്കുമ്പോൾ ബി ഇൻറ്റു ക്യൂ 1 മൈനസ് ക്യൂ 2. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇപ്പോൾ 8 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 4 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? 2 ഡിവൈഡ്സ് 8 നമുക്ക് പറയാമല്ലോ. എന്ന് പറയുന്ന പോലെ എക്സ് മൈനസ് വൈ ഈക്വൽ ടു ബി ഇൻറ്റു ക്യൂ 1 മൈനസ് ക്യൂ 2 എന്ന് എഴുതിയാൽ നമുക്ക് എന്ത് പറയാം? ബി ഡിവൈഡ്സ് എക്സ് മൈനസ് വൈ. അഥവാ എന്ത് പറയാം? എക്സ് മൈനസ് വൈ ഇസ് ഡിവിസിബിൾ ബൈ ബി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കി. രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ ഇങ്ങനെയുള്ള ഇൻറ്റിജേഴ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ബി ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അതല്ലേ പ്രൂവ് ചെയ്ത രണ്ട് ഇൻറ്റിജേഴ്സ് എക്സും വൈയും അവരുടെ ഡിഫറൻസിനെ നമ്മൾ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്തു? ബി കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഇനി നോക്കി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു തിയറം. ലെറ്റ് എ ആൻഡ് ബി ബി പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് സച്ച് ദാറ്റ് എ ഡിവൈഡ്സ് ബി ആൻഡ് ബി ഡിവൈഡ്സ് എ. എയും ബിയും രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. എ ബീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ബി എനെയും ഈ ഒരു സിമ്പിൾ ഉദ്ദേശിക്കുന്നത് ഡിവൈഡ്സ് എന്നാണ്. എ ഡിവൈഡ്സ് ബി എന്നാണ്. എ ബീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ എ ഡിവൈഡ്സ് ബിയും ബി ഡിവൈഡ്സ് എ എന്നാണെങ്കിൽ ദെൻ എ ഈക്വൽ ടു ബി എന്ന് പറയാൻ പറ്റും. അതായത് എക്ക് എയും ബിയും രണ്ട് പോസിറ്റീവ് ഇൻറ്റിജറാണ്. എ ബീനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ബി എനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എ ഈക്വൽ ടു ബി ആണെന്ന് പറയാൻ പറ്റും. ഡിവിഷൻ അൽഗോരിതം വെച്ച് നിങ്ങൾക്കിത് പ്രൂവ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് തിയറം. ലെറ്റ് എ ബി സി ആൽഫ ആൻഡ് ബീറ്റ ബി എൻ ഇൻറ്റിജേഴ്സ് ദെൻ. അപ്പം എയും ബിയും സിയും ആൽഫയും ബീറ്റയും ഇത്രയും നമ്മൾ ഇൻറ്റിജേഴ്സ് എടുത്തിരിക്കുക. ദെൻ ഒന്നാമത്തെ കണ്ടീഷൻ, ഇഫ് എ ഡിവൈഡ്സ് ബി ആൻഡ് ബി ഡിവൈഡ്സ് സി ദെൻ എ ഡിവൈഡ്സ് സി.
എ ബീനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ബി സീനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എ ആരെയും കൂടെ ഡിവൈഡ് ചെയ്യും, സീനെ ഡിവൈഡ് ചെയ്യും. അത് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. അടുത്ത സെക്കൻഡ്, ഇഫ് എ ഡിവൈഡ്സ് ബി ആൻഡ് എ ഡിവൈഡ്സ് സി. എ ബീനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എ സീനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ബീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും എ ഒരു ആൽഫ ഇൻറ്റു ബീനെയും കൂടെ ഡിവൈഡ് ചെയ്യും. അതുപോലെ എ സീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എ ഒരു ബീറ്റ ഇൻറ്റു സീനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അവരുടെ ലീനിയർ കോമ്പിനേഷനെ ആരെ ഡിവൈഡ് ചെയ്യും? എനെ എ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാത്രമുള്ള സിമ്പിൾ പ്രൂഫ്സ് ആണ്. മൂന്നാമത്തേന്ന് പറയുന്നത് ഇഫ് എ ഡിവൈഡ്സ് ബി ആണെങ്കിൽ ദെൻ എ ഡിവൈഡ്സ് ബി സി ആയിരിക്കും, തൊട്ട് മുകളിലത്തെ പോലെയാണ്. ഇനി നോക്കി ഒരു തിയറം. ലെറ്റ് എ ആൻഡ് ബി be positive integers, then the number of positive integers less than or equal to a and divisible by b is a divides b യുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിമ്പിൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എയും ബിയും നിങ്ങളുടെ എങ്ങനത്തെ ഇൻറ്റിജേഴ്സാണ്? പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ്. അപ്പോൾ എക്കാട്ടിലും ചെറുതും ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നവരുടെ കളക്ഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. അങ്ങനെയുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? എക്കാട്ടിലും ചെറുതും ബീനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? അതാണ് ഈ കളക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. എന്താണ് അവർ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? എക്കാട്ടിലും ചെറുതും ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് ആണ് ഇതെന്ന് കാണിക്കണം അല്ലേ? അപ്പം ഈ സിമ്പിൾ എന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടി പ്രൂഫ് നോക്കാം. എങ്ങനെ പ്രൂഫ്? അപ്പോൾ നമുക്ക് എക്കാട്ടിലും ചെറുതും ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കെ ഇൻറ്റിജേഴ്സ് ഉണ്ടെന്ന് എടുക്കാം. അപ്പോൾ പ്രൂഫ്, സപ്പോസ് ദർ ആർ കെ ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആൻഡ് ഡിവിസിബിൾ ബൈ ബി. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് എന്താ? കെ ഈസ് ഈക്വൽ ടു എന്താണെന്ന് കാണിച്ചാൽ മതി. എ ഡിവൈഡ്സ് ബിയുടെ കളക്ഷൻ ആണെന്ന് കാണിക്കാം. അപ്പം നമുക്കറിയാം അത് കാണിക്കാൻ വേണ്ടി നമുക്ക് ബിയുടെ പോസിറ്റീവ് മൾട്ടിപ്പിൾസ് എടുക്കാം. ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ ബിയുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കുമല്ലോ. അപ്പോൾ പോസിറ്റീവ് മൾട്ടിപ്പിൾസ്, കാരണം എയും ബിയും പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, ആ പോസിറ്റീവ് മൾട്ടിപ്പിൾസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. നമ്മുടെ കണ്ടീഷനെ നമ്മൾ ഓർക്കണം, എക്കാട്ടിലും ചെറുതായിരിക്കണം. അപ്പം ദ പോസിറ്റീവ് മൾട്ടിപ്പിൾസ് ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആയിരിക്കും വരുന്നത്? ബി, 2b, 3b എക്സെട്ര എവിടം വരെ വരും? കെ ബി വരെ വരും. കാരണം എന്തുകൊണ്ടാണ്? കെ ഇൻറ്റിജേഴ്സ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. എക്കാട്ടിലും ചെറുതും ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കെ ബി വരെയുള്ള ഇൻറ്റിജേഴ്സ്, കെ ബി മൾട്ടിപ്പിൾസ് വരെ എന്തായിരിക്കും? ബി എ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് അത് എക്കാട്ടിലും എന്തായാലും ചെറുതേ വരത്തുള്ളൂ. അതാണ് ക്ലിയർലി കെ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി. ഇനി നോക്കി കെ പ്ലസ് 1 ഇൻറ്റു ബി. കെ പ്ലസ് 1 ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്തായാലും എക്കാട്ടിലും വലുതായിരിക്കും വരുന്നത്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ എ. കാരണം എന്താണ്? കെ വരെയുള്ള മൾട്ടിപ്പിൾസ്, കെ ഇൻറ്റിജേഴ്സ് ആണ് ബി കൊണ്ട് ഡിവിസിബിൾ ആണെന്നുള്ളത്. അപ്പോൾ കെ പ്ലസ് 1 ഇൻറ്റിജർ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. സോ കെ പ്ലസ് 1 ഇൻറ്റു ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എ ആയിരിക്കും. ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല എന്നല്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു ബി ഗ്രേറ്റർ ദാൻ എ ആയിരിക്കും. അപ്പോൾ ബി താഴെ പോയാൽ വരും കെ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ എ ബൈ ബി. പ്ലസ് 1 അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ -1. അപ്പോൾ കെ ഗ്രേറ്റർ ദാൻ എ ബി മൈനസ് എ ബൈ ബി -1. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 എന്നാണ് എഴുതിയിരിക്കുന്നത്, 2 ആണ്. ഇനി തൊട്ട് മുന്നേ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, കെ ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ എന്താ? കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ ബി. അപ്പോൾ തൊട്ട് മുകളിൽ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഇതിൽ തന്നിരിക്കുന്നത് 3ഉം 4ഉം. അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് പറ്റും? നിങ്ങൾക്ക് കമ്പൈൻ, അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ? എ ബി മൈനസ് എ ബൈ ബി -1 ലെസ് ദാൻ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ ബി. ഇപ്പോൾ കിട്ടിയ എന്താണ്? മാക്സിമം എ ബൈ ബി കൊണ്ട് അതായത് എ ഡിവൈഡ്സ് ബി, എ ബൈ ബി മാക്സിമം നമ്പേഴ്സ്, കെൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എ ബൈ ബി വരെ പോകുന്നതാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? വേണമെങ്കിൽ അത് ഈക്വൽ ആകാം. അപ്പോൾ ദസ് കെ ഇസ് ദ ലാർജസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ ബി. എ ബൈ ബീനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അതിൽ ചെറുതുമായിട്ടുള്ള മാക്സിമം നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് ഇത്. കാരണം ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം കെ ആരാന്ന് പറഞ്ഞത്? എനെക്കാട്ടിലും ചെറുതും ബിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നവരുടെ കളക്ഷനാണ്. അത് അതിന് ഈക്വൽ ആണെന്ന്, അവരുടെ കളക്ഷൻസിന് ഈക്വൽ ആണെന്ന് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഏറ്റവും വലിയ ഇൻറ്റിജറാണ് കെ എന്നും നമുക്ക് കിട്ടും. നെക്സ്റ്റ് ആണ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ലെറ്റ് A1 A2 എക്സെട്ര എ ആൻഡ് ബി ഫൈനൈറ്റ് സെറ്റ്സ്. A1 A2 എക്സെട്ര എ എന്ന് പറയുന്നത് എന്താണ്? ഫൈനൈറ്റ് സെറ്റ്സ് എടുത്തു. ദെൻ mod union I equal to 1 to n ai equal to summation 1 less than or equal to I less than or equal to n mod ai minus summation 1 less than or equal to I less than j less than or equal to n mod ai intersection aj plus summation 1 less than or equal to I less than j less than k less than or equal to n into mod ai intersection aj intersection ak etc minus
etc. plus minus 1 raised to n plus 1 into mod intersection I equal to 1 to n ai. ഇത് ഇങ്ങനെ ഇത്രയും വലിയൊരു പ്രിൻസിപ്പിൾ വായിച്ച് നിങ്ങൾ ബോധം കെടുകയൊന്നും വേണ്ട. A1 മുതൽ AN വരെ ഫൈനൈറ്റ് സെറ്റ്സ് നിങ്ങൾ എടുക്കുക. അപ്പോൾ അവിടെ യൂണിയൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്തോ, ഫസ്റ്റ് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ A1 യൂണിയൻ A2 യൂണിയൻ, അത് നിങ്ങൾ എയും ബി എന്ന് പറഞ്ഞ രണ്ട് സെറ്റ്സ് ഉണ്ടെങ്കിൽ എ യൂണിയൻ ബിയുടെ എണ്ണം എങ്ങനെ ഐ എൻ ബി ഈക്വൽ ടു നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് എ യൂണിയൻ ബിയുടെ എണ്ണം എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതേ കാര്യം തന്നെ ഇവിടെ ഉള്ളൂ എന്നുള്ളത്. ഈ മോഡ് എ ഐ എന്ന് പറയുന്നത് എന്താണ്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ നിങ്ങൾ എത്ര ആണോ എടുത്തിരിക്കുന്നത് അതനുസരിച്ച് ഓരോന്നും ആഡ് ചെയ്യുക. എത്ര സെറ്റ്സ് ഉണ്ടോ അതെല്ലാം ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഇൻ്റർസെക്ഷൻസ് ഒരു സെറ്റും അടുത്ത സെറ്റുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ. പക്ഷേ അവ കണ്ടീഷൻ പറയുന്നത് ഒന്ന് ആലോചിച്ചോണം, ഐ ലെസ് ദാൻ ജെ. ഇപ്പോൾ I1 J2 ആണെങ്കിൽ 1 ലെസ് ദാൻ 2 തിരിച്ചുള്ള കണ്ടീഷൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരുടെ കളക്ഷൻസ് അത് അവരുടെ ഇൻ്റർസെക്ഷൻസിൻ്റെ എല്ലാം സമ്മ്. പിന്നെ 3 വരുന്ന ഇൻ്റർസെക്ഷൻസിൻ്റെ എല്ലാം സമ്മ്. പിന്നെ ലാസ്റ്റിൽ എന്താണ്? -1 raised to n plus 1 ഇൻറ്റു മോഡ് ഇൻ്റർസെക്ഷൻ I equal to 1 to n a. ഈ മോഡെന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് എന്നാണ്. ഇനി ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2076 2076 ആൻഡ് ഡിവിസിബിൾ ബൈ നെയ്തർ 4 or 5. 4 കൊണ്ടോ 5 കൊണ്ടോ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുമില്ല. 2076 ചെറുതായിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻസ് നോക്കണം. അപ്പോൾ നമ്മൾ രണ്ട് സെറ്റ്സ് ഇത് ഇങ്ങനത്തെ പ്രോബ്ലംസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ തൊട്ട് മുകളിലത് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണാതെ പഠിക്കണം എന്നൊന്നുമില്ല. ബട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം വരും. അതുകൊണ്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ രണ്ട് സെറ്റ് എടുക്കുക. ലെറ്റ് A is equal to x belongs to n, x less than or equal to 1076 and is divisible by 4. 4 നെ 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. അതുപോലെ 2076 ചെറുതായിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന രണ്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 4നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2076 ചെറുതും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റും, അടുത്ത 2076 ചെറുതും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനായിട്ടുള്ള ഒരു സെറ്റുമാണ് എടുക്കാൻ പോകുന്നത്. ലെറ്റ് A equal to x belongs to n, x less than or equal to 1076 and is divisible by 4. B എന്ന് പറയുന്നത് x belongs to n, x less than or equal to 1076 and is divisible by 5. അങ്ങനെയാണെങ്കിൽ A യൂണിയൻ ബിയുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് നമ്പർ ഓഫ് ആണ് മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ A പ്ലസ് ബി മൈനസ് ഇൻ്റർസെക്ഷൻ ബിയിലുള്ള നമ്പർ. അപ്പോൾ അത് നോക്കി, A എന്ന് പറയുന്നത് എന്തോ 2076 2076 ചെറുതോ, പക്ഷേ ആര് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവരുടെ കളക്ഷൻ. അപ്പോൾ ഇത് രണ്ടോ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്താ? 519. അടുത്ത 2076 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 415. അടുത്ത 2076 20 കൊണ്ട് 20 വന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. A ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു? എയിലും ബിയിലും രണ്ടിലും ഉള്ളവരുടെ കളക്ഷൻ. അപ്പം 4 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകൾ ഏതാണ്? 4 × 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളായിരിക്കും ഇല്ലേ? അപ്പം 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ് അത് എഴുതേണ്ടത്. അപ്പോൾ അത് 103 എന്ന് വരും. പ്രോപ്പർ ഡിവിഷൻ അല്ല, ചില പോയിൻ്റ് ആയിരിക്കും, റൗണ്ട് ചെയ്ത് എഴുതുക. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 831 ആണ്. നോക്കിയാൽ മതി. ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്? 4 കൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നവരുടെ കളക്ഷനല്ല, 4 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാത്തതും 2076 ചെറുതായിട്ടുള്ളവരും ആവേണ്ട അല്ലേ? 2076 ഈക്വൽ ടു 2076 ആയാലും പ്രശ്നമില്ല, അതിൽ താഴെയുള്ളവരുടെയും കളക്ഷനാണ്. പക്ഷേ 4 കൊണ്ടും 5 കൊണ്ടും എന്താണ്? ഡിവിസിബിളേ അല്ല. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഡിവിസിബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ ഡിവിസിബിൾ അല്ല എന്നുള്ളതാണെങ്കിൽ ടോട്ടൽ എത്ര നമ്പേഴ്സാണ്? 1076 നമ്പേഴ്സാണ്. അതിൽ എത്ര നമ്പേഴ്സാണ് 4 and 5 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള? 831 ആണ്. അപ്പം അതെന്താണ്? മൈനസ് ചെയ്താൽ ബാക്കിയുള്ള നമ്പേഴ്സ് കിട്ടും, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സംഖ്യകൾ കിട്ടും അല്ലേ? അപ്പോൾ അതെന്ന് പറയുന്നത് മൈനസ് ചെയ്യുമ്പോൾ 1245 1245 പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ്. ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്? 4നെ കൊണ്ടും 5നെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതും 2076 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു നമ്പറും അത് മറ്റുള്ള ഡിവിസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അതാ ഇവിടം വരെ നിങ്ങൾക്ക് ചെയ്താൽ മതി. 831 മാത്രം ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ അല്ല എന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടലിൽ നിന്ന് ആ എണ്ണം കുറച്ചാൽ മതി. അപ്പോൾ ഈ
ഇത് പ്രൂവ് ചെയ്യാനായി, ഈ ഒരു ഭാഗം പ്രൂവ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണത്, തൊട്ട് മുന്നേ ഉള്ള ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല, വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നതുകൊണ്ട് ആരും ബോധം കെടുവൊന്നും വേണ്ട. ജസ്റ്റ് കാര്യം എന്നതാണെന്നുള്ളത് നമ്പേഴ്സ് ഇട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ്, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3000 ആൻഡ് ഡിവിസിബിൾ ബൈ 3, 5 or 7. 3, 5, 7 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് 3000-നെക്കാട്ടിലും ചെറുതായിരിക്കും. അപ്പോൾ 3 സെറ്റുകൾ വേണമല്ലോ, തൊട്ട് മുന്നത്തെ പോലെ തന്നെ. 3000-നെക്കാട്ടിലും ചെറുതും 3 കൊണ്ട് ഡിവിസിബിളും, 3000-നെക്കാട്ടിലും ചെറുതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് 5 കൊണ്ട് ഡിവിസിബിൾ, പിന്നെ 7 കൊണ്ട് ഡിവിസിബിൾ. നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എൻ. പോസിറ്റീവ് ഇൻറ്റിജർ ആയതുകൊണ്ടാണ് എക്സ് ബിലോങ്സ് ടു എൻ എന്നുള്ള കളക്ഷൻ വരുന്നത്. എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 3000 ആൻഡ് ഡിവിസിബിൾ ബൈ 3. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എൻ. എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 3000 ആൻഡ് ഡിവിസിബിൾ ബൈ 5. സി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എൻ. എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 3000 ആൻഡ് ഡിവിസിബിൾ ബൈ 7. അപ്പം എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നതിൻ്റെ മോഡ് എന്ന് ഉദ്ദേശിക്കുന്ന നമ്പറാണ്. അവരുടെ എണ്ണം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നേരത്തെ അതേപോലെ തന്നെ ഇവിടെ എന്താ ആ എൻ ഓഫ് എന്ന് പറയുന്ന സിമ്പിൾ മാറി മോഡ് എന്ന് വരുന്നത് മോഡ് എ പ്ലസ് മോഡ് ബി പ്ലസ് മോഡ് സി മൈനസ് എന്താ വരുന്നത് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് സി ഇൻ്റർസെക്ഷൻ എ പ്ലസ് എന്തൊക്കെയാണ് വരുന്നത് ടോട്ടൽ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. നോക്കാം. എയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 3000-നെക്കാട്ടിലും ചെറുതും 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള. അപ്പോൾ അതേതാണ് 3000/3 എന്നുള്ളവരുടെ കളക്ഷനാണ് 1000 വരും. അടുത്ത് 3000/5 എന്നുള്ളവരുടെ കളക്ഷൻ, അടുത്ത് 3000/7 എന്നുള്ളത് കളക്ഷൻ. അടുത്ത് നോക്കി എ ഇൻ്റർസെക്ഷൻ ബി. ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 3-നെയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 5-നെയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 3000-നെക്കാട്ടിലും താഴെ ആയിരിക്കണം. അപ്പോൾ എന്താ വരുന്നത് 3000/15 ചെയ്താൽ മതി. ഇനി 3 കൊണ്ടും, കാരണം ഇത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ടാണ്, ഇവർ തമ്മിലുള്ള ഇവർ രണ്ട് പേരെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് എന്താണ്, കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്, 15 ആണ്. ഇനി അടുത്തത് 5 കൊണ്ട് 7 കൊണ്ടും ഉള്ളതാണ് 35, അതായത് ബി ഇൻ്റർസെക്ഷൻ സി. അടുത്ത സി ഇൻ്റർസെക്ഷൻ എയിൽ എന്താണ് 3000-നെക്കാട്ടിലും ചെറുതും, അതുപോലെ എന്തൊക്കെയാണ് സിയും എയും ഇല്ല പറയുന്നത്. അപ്പം എയിലെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ 3 കൊണ്ട് ഡിവിസിബിളും, സി എന്ന് പറയുമ്പോൾ 7. അപ്പോൾ 7 × 3 21 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പ്ലസ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. സിയിലെ എലമെൻസിൻ്റെ കളക്ഷൻ 3 കൂടെ വരുന്നത് എന്താ 3-നെ 5-നെ 7-നെയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് 3000 കൊണ്ട്. അപ്പോൾ 3000/2 3 കൂടെ വരുന്നത് എത്രയായിരുന്നു വരുന്നത് 5 × 15 × 7 എന്ന് പറയുമ്പോൾ 105. 3000/105 എന്നാണ് ഇവിടെ വരുന്നത്. ഇത് പ്രിൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നോക്കി 3000/3 എന്ന് പറയുന്നത് എന്താ വരുന്നത് 1000. അങ്ങനെയുള്ള എത്ര നമ്പേഴ്സ് കാണും, 1000 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് കാണും. 3000-നെ 5 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 600 കാണും. 3000-7 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് 428. ഇതിൻ്റെ വാല്യൂ 200. അങ്ങനെ ഇഷ്ടംപോലെ ഓരോന്നും ഡിവൈഡ് ചെയ്ത വാല്യൂസാണ് എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 1629 നമ്പേഴ്സ്, 1629 ആണ്. അപ്പോൾ അത്രയും പോസിറ്റീവ്. നിങ്ങളോട് ചോദിച്ചത് ഡിവിസിബിൾ ബൈ ഫൈൻഡ് ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3000 ആൻഡ് ഡിവിസിബിൾ ബൈ 3, 5 or 7. 3, 5 ഒരു 7-നെയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം 3000 കൊണ്ട് ഈ നമ്പറിനെ അങ്ങ് മൈനസ് ചെയ്താൽ മതി. നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായത് ഇവിടം വരെ മാത്രം ചെയ്താൽ മതി. ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ലൈവ് ക്ലാസ്സിൽ ചോദിക്കാം. നെക്സ്റ്റ് ബേസ് ബി റെപ്രസെൻറ്റേഷൻ. എന്താണ് ബേസ് ബി റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആൻ എക്സ്പ്രഷൻ AK b raised to k plus AK minus 1 b raised to k minus 1 plus etc plus A1b plus A0 is the base b expression of the integer, and we write it as n capital N is equal to AK minus 1 A etc A1 A0 to the base b in base b എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഒന്നും മനസ്സിലായിട്ടില്ല എന്നോ അല്ലേ. അപ്പം ഇങ്ങനെ ഈ ഒരു എക്സ്പ്രഷൻ നോക്കുക, AK b raised to k plus AK minus 1 b raised to k minus 1 plus etc plus A1b plus A0 ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് ടു ദ ബേസ് b ആണെങ്കിൽ, b എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻറ്റിജറിനെ ഇങ്ങനെ എഴുതാൻ പറ്റുന്നുവെങ്കിൽ ടു ദ ബേസ് b എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു
എക്സ്പ്രഷൻ എ കെ റേസ് ടു ബി റേസ് ടു കെ ഇങ്ങനെ ഇതിനെ ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഇൻ ബേസ് ബി. ഇതാണ് റെപ്രസെൻറ്റേഷൻ ഇൻ ബേസ് ബി റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്രഷനെ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളത്. n is equal to a k minus 1 etc. up to b in ബേസ് ബി എന്നുള്ളത്. ഇനി നോക്കിയേ, ഈ ബേസ് നിങ്ങളുടെ ബേസ് 2 ആണെങ്കിൽ when the base is 2 then the expansion is called എന്താണ്? ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ബൈനറി എക്സ്പാൻഷൻ ആവും. ബേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ 2 ആണെങ്കിൽ then the expansion is binary expansion. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. when b is equal to 2 b 2 ആണെങ്കിൽ ഈച്ച് കോഎഫിഷ്യൻറ്റ് ഇസ് 0 or 1. ഓരോ കോഎഫിഷ്യൻ്റ് അതിനകത്ത് വരുന്നത് നിങ്ങൾ കമ്പ്യൂട്ടേഴ്സിലൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബൈനറി ഡിജിറ്റ് 0 or 1 എന്ന് പറയുന്ന പോലെ b equal to 2 ആണ്. ഈച്ച് കോഎഫിഷ്യൻറ്റ് ഇസ് 0 or 1. ദിസ് ഡിജിറ്റ്സ് ആർ കോൾഡ് ബൈനറി ഡിജിറ്റ്സ് ഓർ ബിറ്റ്സ്. അറിയാമല്ലോ. നെക്സ്റ്റ് ദ നമ്പർ സിസ്റ്റം വിത്ത് ബേസ് 10 ഇസ് കോൾഡ് ഡെസിമൽ സിസ്റ്റം. 10 ബേസ് ആയിട്ടുള്ള ബേസ് 10 ആയിട്ടുള്ള നമ്പർ സിസ്റ്റത്തിനാണ് എന്ന് പറയുന്നത് ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത്. ദ ഡെസിമൽ സിസ്റ്റം എംപ്ലോയ്സ് ദ 10 ഡിജിറ്റ്സ് 0 through 9 ടു റെപ്രസെൻറ്റ് എനി നമ്പർ. അപ്പോൾ ഡെസിമൽ സിസ്റ്റത്തിനകത്തുള്ള ഇൻഡിജേഴ്സ് നമ്പേഴ്സ് എന്തൊക്കെയായിരിക്കും? 0 to 9 ആയിരിക്കും. ഇനി ഈ ബേസ് ഇതുവരെ നിങ്ങൾ പഠിച്ചു ബേസ് 2 ആണ്. ബേസ് എങ്ങനെയാണ് ബേസ് ബി റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് പറയുന്നത് ഈ രീതിയിലാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി ഇത് ബേസ് 2 ആണെങ്കിൽ ആ എക്സ്പാൻഷന് ബൈനറി എക്സ്പാൻഷനും, ബേസ് 10 ആണെങ്കിൽ ഡെസിമൽ എക്സ്പാൻഷനും. ഇനി 10ൽ കൂടുതലുള്ള നമ്പേഴ്സ് വരുവാണെങ്കിൽ എങ്ങനെയാണെന്ന്. വെൻ ദ ബേസ് ഇസ് ഗ്രേറ്റർ ദാൻ 10 then we use the letter A, B, C, etc. to represent the digits 10, 11, 12, etc. 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് നമുക്കറിയാം അല്ലേ എങ്ങനെയാണ്. അപ്പോൾ അത് ഡെസിമൽ സിസ്റ്റത്തിൽ വരും. അപ്പം 10 മുതൽ അങ്ങോട്ടുള്ള നമ്പേഴ്സാണ് ബേസായിട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? അപ്പോൾ 10 വരികയാണെങ്കിൽ നിങ്ങൾ എന്താണ് ലെറ്റർ ബേസ് ആ നമ്പറിന് പകരം നിങ്ങൾ ഏത് ലെറ്റർ കൊടുക്കുക? എ എന്ന് കൊടുക്കുക. 11 ആണെങ്കിൽ ബി, 12 ആണ് സി. അങ്ങനെ നിങ്ങൾ ബേസിന് ലെറ്റേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് എങ്ങനെയാണ് ബേസ് ബി റെപ്രസെൻറ്റേഷൻ എന്താണെന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. എന്താണ് a k into b raised to k plus a k minus 1 into b raised to k minus 1 plus etc. plus a1 into b plus a0. ഈ രീതിയിൽ എഴുതുന്നതാണ് ബേസ് ബി റെപ്രസെൻറ്റേഷൻ. ഇനി നോക്കിയ ഒരു നമ്പർ 10110 so base 2 in base 10. express 10110 in base 10. അപ്പോൾ ഇത്രയും ഇത് 2ലുള്ളത് രീതിയിൽ എഴുതാം. അത് ഏത് ബേസിലാണെന്ന് പറഞ്ഞേക്കുന്നത്? 10 ബേസിൽ. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? 10110 ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ ഇത് മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? 5 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ നമ്മുടെ എഴുതിയിരിക്കുന്ന ഈ തന്നിരിക്കുന്ന നമ്പറിൽ നമ്മളിതിനെ എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്? ഈ രീതിയിലാണ് ഇപ്പോൾ തന്നിരിക്കുന്നത് അല്ലേ? എ കെ എന്ന് പറയുന്നത് 1, എ കെ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0, അങ്ങനെ തന്നിരിക്കുന്നത്. ടു ദ ബേസ് ബി ആണെങ്കിൽ ഇതിനെ എങ്ങനെ ആക്ച്വലി ഒറിജിനൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെ? എ കെ ബി റേസ് ടു കെ പ്ലസ് എ കെ മൈനസ് 1 ബി റേസ് ടു കെ മൈനസ്, ഇതാണ് അതിൻ്റെ വരേണ്ടത്. അപ്പം ഈ ഒരു നമ്പറിനെ എന്താണ് നിങ്ങളിവിടെ എഴുതണം. അപ്പം നിങ്ങളുടെ എ കെ എന്നൊക്കെ പറയുന്നത് 1 0 1 1 അതാണ്. ബിയുടെ വാല്യൂക്ക് പകരം എന്ത് കൊടുക്കാം? 2 കൊടുക്കാം. അപ്പം നമുക്കൊരു ഈ എക്സ്പാൻഷൻ വരുമ്പോൾ ഇങ്ങേ അറ്റത്തെ ടേം എന്താ? ഒരു കോൺസ്റ്റൻറ്റ് ടേം വരും. ഒരു A0 എന്ന് പറഞ്ഞാൽ ബി ഒന്നും ഇല്ലാത്തൊരു ടേം വരും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളിവിടെ മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 പ്ലേസ് വാല്യൂസ് നോക്കിയാൽ 1s 10s 100 അല്ല വേണം 1 2 3 4 5 പ്ലേസസ് ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ ഒന്ന് കുറച്ച് എത്ര? 4 പ്ലേസസ്. കാരണം ലാസ്റ്റ് നമുക്ക് എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകണം അതിന് വേണ്ടി. അപ്പം ഫസ്റ്റ് നമ്പർ 1 ഇൻറ്റു നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ബേസ് ഏതിലാണ് എഴുതാൻ പറഞ്ഞത്? 2 റേസ് ടു 4 ആയിരിക്കുമല്ലോ വരുന്നത്. കാരണം ഇതിലൊന്ന് കുറവ് 2 റേസ് ടു 4 പ്ലസ് നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു 2 റേസ് ടു 3 പ്ലസ് നെക്സ്റ്റ് എന്താ വരുന്ന അടുത്ത നമ്പർ 1 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 2 റേസ് ടു 1 പ്ലസ് 0 ഇൻറ്റു 2 റേസ് ടു 0. കാരണം ലാസ്റ്റ് നമ്പർ നിങ്ങൾക്ക് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണോ എന്ന് ഞാൻ പറഞ്ഞു. ഇത് എങ്ങനെ എഴുതാം? ഇങ്ങനൊരു നമ്പർ തന്നാൽ അതിനെ എ കെ ബി റേസ് ടു കെ പ്ലസ് എ കെ മൈനസ് 1 ബി റേസ് ടു കെ മൈനസ് 1 ആ രീതിയിൽ എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഫസ്റ്റ് നിങ്ങൾക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം. അതനുസരിച്ച് വേണം പവേഴ്സ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ടോട്ടൽ 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഒന്ന് കുറവെന്ന് പറയുമ്പോൾ ലാസ്റ്റ് നമ്പർ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി. അപ്പോൾ 1 ഇൻറ്റു 2 റേസ് ടു 4 പ്ലസ് 0 ഇൻറ്റു 2 റേസ് ടു നെക്സ്റ്റ് 0 ആയിരുന്നു. പിന്നെ 1
അതാണ് നിങ്ങളുടെ എ കെ മൈനസ് 1 ആണ് ഈ പറയുന്ന 1 0 1 1 എന്നൊക്കെ പറയുന്നത്. അതിൽ ബി റേസ് ടു ബി ആണ് 2. ബി റേസ് ടു കെ എന്ന് പറയുന്ന പവർ നിങ്ങൾക്ക് എങ്ങനെ വരുന്നത്, ടോട്ടൽ എത്ര ഉണ്ടോ അതിൽ നിന്നൊന്ന് കുറച്ച് വേണം എഴുതാൻ. കാരണം ലാസ്റ്റ് നിങ്ങൾക്ക് എ നോട്ട് ടേം ആണ് വരേണ്ടത്, A0. അപ്പോൾ അതിന് വേണ്ടി നോക്കി 1 × 2 റേസ് ടു 1 × 2 റേസ് ടു 4 എത്ര 16, 16 × 1 16 പ്ലസ് 0 ഇൻറ്റു അടുത്തത് എന്ത് ചെയ്താലും 0 ആയിരിക്കും, പ്ലസ് 1 × 2 സ്ക്വയർ 4 പ്ലസ് 1 × 2 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 0 × 2 റേസ് ടു 0 എന്ന് പറയുന്നത് 0 തന്നെ ആയിരിക്കും. അപ്പോൾ മൊത്തം എത്ര വരുന്നത് 16 പ്ലസ് 4 പ്ലസ് 2 എത്ര വരുന്നത് 22. 16 പ്ലസ് 4 20, 20 പ്ലസ് 2 22. അപ്പോൾ ഇതാണ് ഈ വരുന്ന നമ്പർ. ഇതുപോലെ നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. 3ABC in 16 in base 10 ബേസിലാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ലെറ്റർ എ മുതൽ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ABC ഒക്കെ ആരെ റെപ്രസെൻ്റ്, എ എന്ന് പറഞ്ഞാൽ 10നെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ബി എന്ന് പറഞ്ഞാൽ 11, സി എന്ന് പറഞ്ഞാൽ 12. അങ്ങനെയാണ് 3ABC 16 എന്ന് പറയുന്നത് എന്തായിരിക്കും 3 ഇൻറ്റു ബേസ് എത്ര 6. നമ്മൾ ഏതിൽ എഴുതാൻ പറഞ്ഞ എക്സ്പ്രഷൻ ബി എന്ന് പറയുന്നത് 16ലാണ്. 16 റേസ് ടു മൊത്തം എത്ര ഉണ്ട് 1 2 3 നമ്പേഴ്സ് ഉണ്ട്, 3 എല്ലാം ഒന്ന് 4 ഉണ്ട്. 3ABC 1 2 3 4 1 2 3 4 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 16 റേസ് ടു 16 16 ക്യൂബ് പ്ലസ് നെക്സ്റ്റ് നമ്പർ 10 എ എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത് 10 ഇൻറ്റു 16 സ്ക്വയർ പ്ലസ് 11 ഇൻറ്റു 16 റേസ് ടു 1 പ്ലസ് 12 ഇൻറ്റു 16 റേസ് ടു 0. ഇതെല്ലാം ഓരോന്ന് 16 ക്യൂബൊക്കെ ഇട്ട് കൊടുത്ത് വരുമ്പോഴത്തേക്ക് വാല്യൂ ലാസ്റ്റ് ആഡ് ചെയ്ത് വരുമ്പോൾ 15,036, അത് 15,036 എന്ന് പറഞ്ഞ് വരും. 15,000 അല്ല 15,036 എന്നാണ് ഇതിൻ്റെ വാല്യൂസ് വരുന്നത്. അപ്പം ഇങ്ങനെ ലെറ്റേഴ്സ് വരുമ്പം നമ്മൾ പറഞ്ഞത് ബേസ് എന്ന് പറഞ്ഞാൽ 10നെ കാട്ടിലും കൂടുതലാണ് ബി വാല്യൂസ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 10ഉം 10 കൂടുതൽ, അപ്പം ABC എന്ന് പറഞ്ഞ ലെറ്റേഴ്സ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ലെറ്റേഴ്സ് തന്നെങ്കിൽ നിങ്ങൾ തിരിച്ച് നമ്പേഴ്സ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കും. ഇന്ന് നോക്കി എക്സ്പ്രസ് 3014 ഇൻ ബേസ് 8. 3014 ഇൻ ബേസ് 8 ആയിട്ട് 8ൻ്റെ ബേസിൽ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്കറിയാം 8ൻ്റെ ലാർജസ്റ്റ് പവർ 8 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, 8 ക്യൂബ് എന്ന് പറയുമ്പോൾ 512, 8 റേസ് ടു 4 എന്ന് പറയുമ്പോൾ ഒരു 4000 സംതിങ് നമ്പർ വരും. അപ്പം 1000 5000 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ലാർജസ്റ്റ് പവർ ഓഫ് 8 ദാറ്റ് ഇസ് കണ്ടെയ്നിങ് 3014 എന്ന് പറയുന്നത് 8 ബേസിലുള്ള 3014 കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ലാർജസ്റ്റ് പവർ എന്ന് പറയുന്നത് 3 ആണ് വരുന്നത്, 8 ക്യൂബ്. അതായത് 8 ക്യൂബ് 512 ആണ് വരുന്നത്. അപ്പം വീണ്ടും എന്ത് ചെയ്യാം, നമുക്ക് അതിൽ കൂടുതലുള്ള നമ്പറാണ് പോയേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഡിവൈഡ് ചെയ്യാം. 3014നെ 512 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരുന്നത് 3014 ഇൻറ്റു അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 512 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോഷ്യൻ്റ് 5ഉം റിമൈൻഡർ 454 അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം 64 കൊണ്ട് എന്ന് പറഞ്ഞാൽ 8 ക്യൂബ് 8 സ്ക്വയർ അങ്ങനെ 8 അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 64 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ 6. വീണ്ടും 6നെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരുന്നത് 0.